മവാല മാർക്കറ്റിനെ കുറിച്ച് അറിയാത്തവർ മസ്കറ്റിൽ ആരും ഉണ്ടാകില്ല. അത്രമേൽ അവരുടെ നിത്യജീവിതവുമായി ചേർന്നു നിൽക്കുന്നതാണ് മവാല പഴം പച്ചക്കറി മാർക്കറ്റ്. 4 നൂറ്റാണ്ടിലധികം ചരിത്രമുണ്ട് മാർക്കറ്റിന്. പക്ഷേ ജൂൺ അവസാനത്തോടുകൂടി ആ മാർക്കറ്റ് ഒരു ഓർമ്മയാകും. റമദാനും പെരുന്നാളിനും ഓണത്തിനും വിഷുവിനുമൊക്കെ മസ്കറ്റിൽ ഏറ്റവും അധികം പഴവും പച്ചക്കറികളും വരുന്ന ഇടം. വേപ്പിലയും വാഴയിലയും മുതൽ ഏതു രാജ്യത്തെയും എല്ലാ പച്ചക്കറികളുമടക്കം ലഭിക്കുന്ന മാർക്കറ്റ്. ഈത്തപ്പഴം മുതൽ ലോകത്തിലെ എല്ലാ പഴങ്ങളും ലഭിക്കുന്ന ഇടം. മവാല ഇനി പഴയ മവാലയാകില്ല, അടിമുടി മാറും. ഈ പഴങ്ങളും പച്ചക്കറികളും കച്ചവടക്കാരും ആൾത്തിരക്കുമെല്ലാം മവാലയ്ക്ക് ഓർമ്മയാകും. രണ്ടര പതിറ്റാണ്ടിലധികം പ്രവാസികളുടെ ജീവിതചര്യയുടെ ഭാഗമായിരുന്നു മവാല മാർക്കറ്റ് എന്ന പടുകൂറ്റൻ ചന്ത. ആൾത്തിരക്കേറിയതോടെ ഈ മാർക്കറ്റ് ഇവിടെ നിന്നും മാറ്റുകയാണ് ബർക്കയിലെ കസായിനിലേക്ക്, കൂടുതൽ വിശാലവും ആധുനിക സൗകര്യങ്ങളുമുള്ള ഇടത്തേക്ക്. ജൂൺ 29-ന് പുതിയ സ്ഥലത്തേക്ക് മാറണമെന്നാണ് മുനിസിപ്പാലിറ്റി കടയുടമകൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. നമ്മൾ 24 വർഷത്തോളം ജീവിച്ച ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കുക എന്ന് പറയുമ്പോണ്ടാകുന്ന ഒരു പ്രയാസം. എങ്കിലും ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് ഇവിടെ ഈ മാർക്കറ്റ് കുറച്ച് കൺജസ്റ്റഡ് ആയതുകൊണ്ട് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ജനങ്ങൾക്കും ബിസിനസ് ചെയ്യുന്നവർക്കും കുറച്ച് സൗകര്യമൊരുക്കാവുന്ന ഉദ്ദേശത്തോടു കൂടി വളരെ വിശാലമായ കാഴ്ചപ്പാടോടുകൂടി ആണ് അവിടെ വലിയൊരു മാർക്കറ്റ് സംവിധാനം വന്നുകൊണ്ടിരിക്കുന്നത്. 1987-ലാണ് മവാലയിൽ ഒരു മാർക്കറ്റ് ആദ്യമായി തുടങ്ങിയത്. ദുബായിൽ നിന്നും പഴവും പച്ചക്കറികളും എത്തിച്ച് വിൽപ്പന നടത്താൻ വേണ്ടി മസ്കറ്റ് മുനിസിപ്പാലിറ്റിയാണ് ചന്ത തുടങ്ങിയത്. എന്നാൽ ഒറ്റപ്പെട്ട സ്ഥലമായതിനാൽ ആളുകൾക്ക് മാർക്കറ്റിലെത്തുക എളുപ്പമായിരുന്നില്ല. ഇതോടെ മാർക്കറ്റ് പൂട്ടി. സീബിലെയും വാദി കബീറിലെയും ഫഞ്ചയിലെയും ഒക്കെ മാർക്കറ്റുകൾ ആളുകൾക്ക് പ്രിയങ്കരമായി. എന്നാൽ 1997-ൽ മസ്കറ്റ് മുനിസിപ്പാലിറ്റിയിൽ മാർക്കറ്റിന്റെ ചുമതലയുണ്ടായിരുന്ന മുസല്ലം മുൻകൈയെടുത്ത് മവാല വീണ്ടും തുറന്നു. വിവിധ ഭാഗങ്ങളിലായി കേന്ദ്രീകരിച്ചിരുന്ന വ്യാപാരികളെയും സ്ഥാപനങ്ങളെയും മവാലയിൽ എത്തിച്ചു. ഒട്ടേറെ രാജ്യങ്ങളിൽ നിന്ന് പഴവും പച്ചക്കറികളും വൻതോതിലെത്തി. ഇതോടെ മാർക്കറ്റ് വളരുകയും ഒമാനിലെ ഏറ്റവും തിരക്കേറിയ ഇടമായി മവാല മാറുകയും ചെയ്തു. മവാലയിലെ വ്യാപാരികളിൽ 30%-ലധികവും മലയാളികളാണ്. നമ്മൾ 10-25 കൊല്ലം കൊണ്ട് ഇവിടെയാണ് ഒരുമിച്ച് എല്ലാവരും കൂടെ നോമ്പുറായാലും ഓണമായാലും ക്രിസ്മസ് ആഘോഷങ്ങളെല്ലാം നമ്മൾ ഒരുമിച്ച് മലയാളികളെല്ലാം അവിടെ കൊണ്ടിരുന്നതും പിന്നെ എല്ലാ ജാതി മത വർണ്ണ ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്ത് മാർക്കറ്റിൽ നിന്ന് പുതിയ വലിയൊരു മാർക്കറ്റിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിലും ഈ മാർക്കറ്റ് വിട്ടു പോകുന്നതിൽ നമുക്കൊരു വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഇപ്പം 15 വർഷമായി ഇപ്പോൾ നമ്മൾ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്നത്, ബിസിനസ് ആയിട്ടാണ് നമ്മൾ പോകുന്നത്. ഈ 15 വർഷവും നമ്മൾക്ക് മാർക്കറ്റ് വലിയ സപ്പോർട്ടാണ് തന്നത്. ഇപ്പോൾ പുതിയ മാർക്കറ്റ് ഇപ്പോൾ അടുത്ത മാസമായിട്ട് അങ്ങോട്ടൊക്കെ മാറുമെന്നാണ് പറഞ്ഞത്. ആ ഒരു കൺഫ്യൂഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. മവാലയിൽ ചെറിയ കച്ചവടം തുടങ്ങി വമ്പൻ പണക്കാരായവരുണ്ട്. ബിസിനസ് തകർന്നു പോയവരും കുറവല്ല. സഹജീവികളെ കൈപ്പിടിച്ചുയർത്തിയ സുമനസ്സുകളും ധാരാളമുണ്ട്. ഇങ്ങനെ മവാല മനുഷ്യ ജീവിതത്തിന്റെ ഉയർച്ച താഴ്ചകളുടെ കൂടി സാക്ഷിയാണ്. ഇവിടെ നിന്ന് പോകുന്നതിനുള്ള ഒരുപാട് വിഷമങ്ങൾ ഞങ്ങൾക്കുണ്ട്. ഒരുപാട് കാലമായി ഞങ്ങളുടെ വീട് പോലെ സ്വന്തം നാട് പോലെ ഇവിടെ ജീവിക്കുകയാണ്. മവാലയിലെ കച്ചവടക്കാർ മറക്കാത്ത ഒരു മലയാളിയുണ്ട്. കണ്ണൂർ ശിവപുരം സ്വദേശി അബൂട്ടിക്ക. മാർക്കറ്റിൽ ആദ്യകാലം മുതൽ കച്ചവടം നടത്തിയിരുന്ന അബൂട്ടിക്കായുടെ സഹായത്തിൽ കച്ചവടം തുടങ്ങി നിരവധി പേർ കോടീശ്വരന്മാരായി. പക്ഷേ 2016-ൽ അബൂട്ടിക്കായുടെ വിധി മാറി. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവ് മൂലം അബൂട്ടിക്കായുടെ മകൾ ഷംന മരിച്ചു. ഇതോടെ അദ്ദേഹം നിയമ പോരാട്ടത്തിന് ഇറങ്ങി. 2017-ൽ ഹൃദയാഘാതം മൂലം അബൂട്ടിക്കായും മരണത്തിന് കീഴടങ്ങി. ഇങ്ങനെ വേദനയോടെ വ്യാപാരികൾ ഓർക്കുന്ന നിരവധി പേരുണ്ട് മവാലയിൽ. അബൂട്ടിക്കാനെ നമ്മുടെ നാട്ടുകാർ തന്നെ 10-50 പേര് ഇവിടെ മൊത്തത്തിലുണ്ട്. അൽഹംദുലില്ലാഹ് ഇവിടെ ഇപ്പം നമ്മളിപ്പോൾ 10-23 വർഷങ്ങളുണ്ടായിട്ട് നമുക്ക് നല്ല മോശമൊന്നുമില്ല, നല്ല പണിയും കാര്യങ്ങളും കുഴപ്പങ്ങളൊന്നുമില്ല, നല്ല റായത്തായിരുന്നു. നമ്മളൊരു വീടായാലും ഒരു പുതിയ വീട്ടിലേക്ക് മാറി താമസിച്ചുണ്ടാകുന്ന പ്രയാസം എത്ര ഉണ്ടാവും അത് നമുക്ക് ഓരോർക്ക് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ സെറ്റായി വരുമ്പോൾ എന്തായാലും ഒരു 5-6 മാസങ്ങൾ പിടിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്.
പുതിയ മാർക്കറ്റിലേക്ക് ആളും ആരവങ്ങളും മാറുമ്പോൾ ഇങ്ങനെയുള്ള ഓർമ്മകളും മാഞ്ഞു പോയേക്കും. ഗതാഗത സൗകര്യവും ഗുണമേന്മ പരിശോധന ലാബുകളുമടക്കം കസായിൽ പുതിയൊരു ലോകം തന്നെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും അങ്ങോട്ട് പോകുമ്പോൾ മവാലയിലെ കയറ്റിറക്കു തൊഴിലാളികൾക്കുമുണ്ട് ആശങ്ക. ജോലി പോകുമോ, കുറഞ്ഞ നിരക്കിൽ താമസവും ഭക്ഷണവും കിട്ടുമോ, ഇങ്ങനെ നീണ്ടുപോകുന്നു അവരുടെ ആശങ്കകൾ. ഈ മാർക്കറ്റിൽ കസൈനിലേക്ക് പോകുമ്പം പുതിയ വരുന്ന നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള അറിയില്ല. കാരണം ഈ മാർക്കറ്റിൻ്റെ റെൻറ്റോ കാര്യങ്ങളോ അല്ല അവിടെ. പല രീതിയിലും ദുബൈയെ കടപിടിക്കുന്ന രീതിയിലാണ് ആ മാർക്കറ്റ് ഇപ്പോൾ പുതിയതായിട്ട് പരിപാലനം ചെയ്തേക്കുന്നത്. അവിടെ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ബിസിനസ് നടക്കുമെന്നുള്ളതും ഈ കസ്റ്റമറെല്ലാം അവിടെ എത്തിപ്പെടുമെന്നുള്ളതും അല്ലെങ്കിൽ എങ്ങനെയാണ് പുതിയ മാർക്കറ്റിലേക്ക് നമ്മുടെ ചുവടുവെപ്പ് എന്നുള്ള എല്ലാം കാത്തിരിക്കുകയാണ് ഇവിടുത്തെ മാർക്കറ്റിലെ എല്ലാ കച്ചവടക്കാരും. ഫാമിലിൻ്റെ സ്റ്റേ, പിന്നെ അതുപോലെ കുട്ടികളും സ്കൂളുകൾ, അപ്പോൾ അതിനെല്ലാം ഉണ്ടാകുന്ന നമ്മളെ റൂമിൽ കുട്ടികളും സ്കൂളിൻ്റെ ട്രാൻസ്പോർട്ടിങ്, അങ്ങനെ അതൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള കേസാണ്. എന്നാലും പോയല്ലേ പറ്റും. ഒരുപാട് വിഷമങ്ങളുണ്ടല്ലേ. മവാലയെ മറക്കാൻ വ്യാപാരികൾക്ക് കഴിയില്ല. പക്ഷേ കുറെ കാലം കഴിയുമ്പോൾ അറബിക്കഥയിലെ ഒരേട് പോലെ മവാലയും മാറും. പുതിയ തലമുറയോട് പഴമക്കാർ പറയും, ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്നു, മവാല.